നമസ്കാരം. സിനിമാ നോട്ടത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. DC കത്തിച്ചോ? DC ഒരു ഒന്നൊന്നര കത്തിക്കലാണ് കത്തിച്ചത്. അരുൺ മാതേശ്വരനും ലോകേഷ് കനകരാജും അനിരുദ്ധും വാമികയും കൂടി ഒരു ദീപാവലി തന്നെ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ പ്രിമൈസ് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, സിസ്റ്റവും കുറച്ച് റിബൽസും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ചിത്രത്തിന്റെ ഒരു ആകത്തുക. ഇതിലേക്ക് അതിമനോഹരമായി പഴയ നമുക്കെല്ലാം പരിചിതമായ ദേവദാസിന്റെ കഥ കൂട്ടിച്ചേർത്തതിലാണ് സംവിധായകന്റെ മിടുക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഷാരൂഖ് ഖാന്റെ ദേവദാസ് നമ്മൾ കണ്ടതാണ്. അഭയ് ഡിയോളിന്റെ ദേവ്ഡി നമ്മൾ കണ്ടു. മറ്റനേകം ദേവദാസിന്റെ പല പല വേർഷൻസ് നമ്മൾ കണ്ടു. എന്നാൽ ലോകേഷ് കനകരാജിന്റെ ദേവദാസ് അല്ലെങ്കിൽ ദാസ് ഇതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയ മറ്റൊരു ദേവദാസിന്റെ അവതാരമാണ്. നോവലിൽ ഒരു ട്രാജിക് ലവ് സ്റ്റോറി ആണെങ്കിൽ സിനിമയിലേക്ക് വരുന്ന സമയത്ത്, DC-യിലേക്ക് വരുന്ന സമയത്ത് സർവൈവലും റിവെഞ്ചും ഇമോഷനും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത ഒരു സദ്യ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. DC എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് എന്ന് ചിലപ്പോ പലരും ചിന്തിക്കാം. ദേവദാസ് ചന്ദ്രയുടെ ഷോർട്ട് ഫോം ആണ് DC എന്ന്. ചിത്രത്തിന് ഈ പേരല്ലാതെ വേറൊരു പേര് അനുയോജ്യമല്ല. DC ഒരു ആക്ഷൻ ചിത്രമാണ്. ഒരു ആക്ഷൻ ചിത്രമായിരിക്കുമ്പോൾ തന്നെ അതിൽ വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് റൊമാൻസ് കാണാം, പ്രതികാരമുണ്ട്, പൊളിറ്റിക്കലായ ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട്, സിസ്റ്റത്തോടുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ പരാതിയും പരിഭവവും പ്രതികാരവും ഉണ്ട്. ഇതെല്ലാം ചേർന്ന് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് DC എന്ന ചിത്രം. ആക്ഷൻ ആൻഡ് വയലൻസ് വിത്ത് എസ്തെറ്റിക്സ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഈ ചിത്രം കണ്ട സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്ന ചില ചിന്തകളിൽ ഒന്ന്, ഈ വയലൻസിനെ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് ആഘോഷിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ വയലൻസ് അതെ, അതെ. എപ്പോഴാണ് വയലൻസ് എപ്പോഴാണ് അത് മികച്ച രീതിയിൽ അല്ലെങ്കിൽ സിനിമാറ്റിക് ആയിട്ട് കാണിക്കുക എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് DC. നമ്മൾ മലയാളത്തില് മാർക്കോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വയലൻസിന് വേണ്ടിയുള്ള വയലൻസ് ആണ് അല്ലെ? അതിന്റെ എസ്തെറ്റിക്സ് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. മാർക്ക് വന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് വയലൻസിന് വേണ്ടി അവർ കാണിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതിലെ ഒരു എസ്തെറ്റിക്സ് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ DC എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. കൃത്യമായിട്ട് ആക്ഷൻ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വയലൻസ് ഒട്ടും നമ്മൾ മടുപ്പിക്കാത്ത തരത്തിൽ ഭംഗിയായിട്ട് തന്നെ, അതാണ് അതിന്റെ ആ എസ്തെറ്റിക്സ് മുഴുവൻ ഉൾക്കൊണ്ട് തന്നെ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ആക്ഷനും വയലൻസും ബ്ലഡ് ഷെഡും ഒക്കെ കാണിക്കുമ്പോൾ അതിനിടയിലൂടെ വളരെ റോ ആയ ഇമോഷൻസും കൂടി പറഞ്ഞു പോവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അരുൺ മാതേശ്വരന്റെ കഴിവിനെ കുറിച്ച് സിനിമാ പ്രേക്ഷകർക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. ക്യാപ്റ്റൻ മില്ലർ ആവട്ടെ, റോക്കി ആവട്ടെ, സാനി കായിതമാവട്ടെ, ഇതിലെല്ലാം നമുക്ക് വളരെ ആഴത്തിലുള്ള ഒരു ഇമോഷണൽ കോഡ് അത് കൃത്യമായിട്ട് പ്രേക്ഷകരോട് കണക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. DC-യുടെയും ഒരു USP എന്ന് പറയുന്നത് ഏതൊരു പ്രേക്ഷകർക്കും പെട്ടെന്ന് ആ സിനിമയിലേക്ക് ഇന്നാവാൻ പറ്റുകയും, പിന്നെ ഈ ചിത്രത്തിലെ ലോകേഷും വാമികയും ഓരോ പ്രേക്ഷകർക്കും വേണ്ടപ്പെട്ട ആൾക്കാരായി മാറുകയാണ്. അവരുടെ ഭയം, അവരുടെ പോലീസിൽ നിന്നുള്ള രക്ഷപ്പെടലോട്ടം, അവരുടെ പ്രതികാരം, അവർക്ക് കടന്നു പോകേണ്ടി വരുന്ന വയലൻസ്, ഇതെല്ലാം കൂടി അനുഭവപ്പെടുത്തുന്നു എന്നുള്ളതാണ് DC ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നത്. സാധാരണഗതിയിൽ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ പേസ് എന്ന് പറയുന്നത് കൂടുതലും ഫാസ്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. പക്ഷെ ഇവിടെ DC എടുത്തു കഴിഞ്ഞാൽ സ്ലോ ആവേണ്ട സമയത്ത് സ്ലോ ആയും ഫാസ്റ്റ് ആവേണ്ട സമയത്ത് ഫാസ്റ്റ് ആയും ആ പേസ് കൃത്യമായിട്ട് തന്നെ, ആ മീറ്റർ കൃത്യമായിട്ട് തന്നെ പിടിച്ചുകൊണ്ട് പ്രേക്ഷകനെ 2.5 മണിക്കൂർ പിടിച്ചിരുത്തുന്ന തരത്തിൽ ഭംഗിയായിട്ട് തന്നെ ആ ഇമോഷനും എല്ലാം ബ്ലെൻഡ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് രസകരമായി തോന്നിയ ഒരു കാര്യം, പൊതുവെ ഇത്തരം സിനിമയ്ക്ക് വരുന്ന ഒരു ക്രൗഡ് കുറച്ച് പ്രെഡിക്റ്റബിൾ ആണ്. കാരണം ഇതുവരെയുള്ള എന്റെ ഒരു തിയേറ്റർ അനുഭവത്തിൽ പലപ്പോഴും ഇങ്ങനെ നല്ല ഫാസ്റ്റ് പേസിൽ ആക്ഷൻ ഓറിയന്റഡ് ആയി പോകുന്ന സിനിമ ഇടയ്ക്കൊന്ന് സ്ലോ ആയാൽ പ്രേക്ഷകർ പെട്ടെന്ന് അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട്. കമന്റുകൾ കേൾക്കാം, ആ ഒരു വല്ലാത്ത ഇഷ്ടക്കേട് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ ചില സമയത്ത് സിനിമ വളരെ സ്ലോ ആണ്. ചില ഇമോഷണൽ രംഗങ്ങളിലൊക്കെ ചിത്രം അതിന്റെ സമയമെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴൊന്നും പ്രേക്ഷകർ ഫ്രസ്ട്രേറ്റഡ് ആവുന്നില്ല. കാരണം അവർ ഓൾറെഡി കഥയുമായിട്ട് വല്ലാതെ സിങ്ക് ആവുന്നുണ്ട്. അപ്പൊ അതാണ് ചിത്രത്തിനെ ഈ ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് എന്നുള്ളൊരു സമയം ഒട്ടും മുഷ്പില്ലാതെ പ്രേക്ഷകർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പേസ് വളരെ ബ്രില്യന്റ് ആണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും.
നേരത്തെ പറഞ്ഞ പോലെ സംവിധായകന്റെ കാര്യം പറഞ്ഞു, ലോകേഷ് കനകരാജിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതില് അവരുടെ കൂടെ ഒപ്പത്തിന് നിൽക്കുന്നത് അനിരുദ്ധിന്റെ മ്യൂസിക് തന്നെയാണ് സിനിമയില്. അതായത് അനിരുദ്ധ് ചെയ്ത ഈ അടുത്ത കാലത്ത് ചെയ്ത അനിരുദ്ധിന്റെ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് അനിരുദ്ധ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ആ ഇമോഷന്റെ സമയത്ത് അതിന് ചേർന്നതും ഹൈ വരുന്ന സമയത്ത് അതിന് ചേർന്നതുമായിട്ടുള്ള നമുക്കറിയാം ഇതിലെ ആ ഒരു മ്യൂസിക് ഒക്കെ റീൽസിൽ ഒരുപാട് നമ്മൾ കേട്ടതാണ്. പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ ആസ്വദിക്കുകയാണ് അവിടെ. ആ ഫൈറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് അത് വളരെ ആസ്വദിച്ചുകൊണ്ട് കാണാൻ പറ്റുന്ന തരത്തിൽ അത്രയും മനോഹരമായിട്ട് തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ പിന്നണിയിലുള്ളവർ ചെയ്ത ഏറ്റവും ബുദ്ധിപരമായ ഒരു കാര്യം, ഇവര് വളരെ മുന്നേ തന്നെ ഇതിലെ പാട്ടുകൾ പുറത്തു വിട്ടു എന്നുള്ളതാണ്. സോ പ്രേക്ഷകരൊക്കെ ഇതുമായിട്ട് വളരെ ഫെമിലിയർ ആണ്. അവരൊക്കെ ഈ പാട്ട് അതെ മൂളിക്കൊണ്ടായിരിക്കും ഒരു പക്ഷേ തിയേറ്ററിലേക്ക് വന്നത്. രാഗ ഓഫ് റിവെഞ്ച് ഒക്കെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റ തുറന്നാൽ നമ്മൾ ആദ്യം കാണുന്ന 4-5 റീലിൽ ഒന്നെങ്കിലും അതായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് അത് കണക്ട് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ സ്ക്രീനിൽ കാണുന്ന രംഗങ്ങളോടൊപ്പം ഈ മ്യൂസിക്കും കൂടി വരുന്ന സമയത്ത് നല്ലൊരു വിരുന്ന് തന്നെ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ട്. സംവിധായകനായിട്ടുള്ള ലോകേഷ് കനകരാജിനെ നമുക്കറിയാം. കൈതി എടുത്താലും വിക്രമാവട്ടെ, അതുപോലെ മാസ്റ്റർ ആവട്ടെ, ലിയോ ആവട്ടെ, അതിലെല്ലാം ഒരു കയ്യൊപ്പ് പതിഞ്ഞ ലോകേഷ് കനകരാജ് യൂണിവേഴ്സ് തന്നെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ സംവിധായകനിൽ നിന്ന് നടനിലേക്ക് വന്നപ്പോ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? നടനായ ലോകേഷിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചധികം ട്രോളുകൾ വന്നിരുന്നു, പ്രത്യേകിച്ച് ഇതിന്റെ ട്രailer ഒക്കെ ഇറങ്ങിയ സമയത്ത്. ഒന്ന്, സംവിധായകൻ എന്നുള്ള നിലയിൽ തന്നെ ലോകേഷിന്റെ ഗ്രാഫ് ഒന്ന് താണു നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും കൂലി പോലത്തെ ചിത്രമൊക്കെ വലിയ രീതിയിൽ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സമയമായിരുന്നു. പെട്ടെന്നൊരു നടനായി ലോകേഷിനെ കണ്ട സമയത്ത് കുറച്ചധികം ട്രോളുകളും സംശയങ്ങളും ഒക്കെ പലരും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോ ഇത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഭയം, ഇനി ലോകേഷ് സ്ഥിരമായി ഒരു നടനായി തന്റെ കരിയർ ഒന്ന് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സംവിധായകനായിരിക്കും നഷ്ടപ്പെടുക. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ റോള് ചെയ്തത്. ഇതിലെ ലോകേഷിന്റെ ഒരു സ്വാഗ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു മുഖ്യധാര നടന്മാർക്ക് പോലും അസൂയോടെ അവർ നോക്കിപ്പോകുന്ന തരത്തിലാണ് അദ്ദേഹം ഇതിലെ ക്യാരക്ടർ ക്യാരി ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ടീമിലെ പല ആൾക്കാരുടെയും പ്രകടനം കൂടി എടുത്തു പറയണം. അതിൽ അവസാന സമയത്തൊക്കെ ക്ലൈമാക്സിലൊക്കെ ക്യാരക്ടറുടെ പേര് നമുക്കറിയില്ല, ഒറ്റയ്ക്ക് അദ്ദേഹം നടത്തുന്ന ചില ഫൈറ്റും ആ രംഗങ്ങളിലെ അഭിനയമൊക്കെ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ്. അപ്പൊ ലോകേഷ് ആസ് ആൻ ആക്ടർ, ഹീസ് ഹിയർ ടു സ്റ്റേ. നമ്മൾ മുൻപുള്ള ദേവദാസ് ചിത്രങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ഹരി പറഞ്ഞ പോലെ ഷാറൂഖ് ഖാന്റെ സിനിമ ആണെങ്കിലും, ഷാറൂഖ് ഖാന്റെ ദേവദാസ് ആണെങ്കിലും, ദേവ്ഡി ആണെങ്കിലും, അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ദേവദാസിനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. അപ്പൊ അത് എങ്ങനെയാണ് വ്യത്യസ്തത എന്നുള്ളത് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഈ ചിത്രം കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുഖത്ത് ചിരിയും നിറഞ്ഞ മനസ്സുമായിട്ടായിരിക്കും ഓരോ കാണിയും പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് നമുക്ക് ഉറപ്പുവരാനായിട്ട് സാധിക്കും. എല്ലാവരും തീർച്ചയായും ഈ ചിത്രം കാണുക. ഈ അടുത്ത കാലത്ത് തമിഴിൽ ഇറങ്ങിയ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിൽ ഒന്നാണ് DC. നിങ്ങളുടെ ചിത്രം കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ ചിത്രവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.